നൂറ്റാണ്ടുകളായി കത്തോലിക്കാ സഭയിൽ തുടർന്നുവരുന്ന പാരമ്പര്യമനുസരിച്ച് 2025 ജൂബിലി വർഷമായി ആചരിക്കാനുള്ള പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാനപ്രകാരം കോഴിക്കോട് രൂപതയിലെ ജൂബിലി ആഘോഷങ്ങൾക്ക് ഡിസംബർ 29-ന് തുടക്കമാകും. മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൽ വൈകിട്ട് 4-ന് കോഴിക്കോട് രൂപതാ മെത്രാൻ വർഗീസ് ചക്കാലക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷപൂർവമായ ദിവ്യബലി അർപ്പിക്കും. ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഭദ്രാസന ദേവാലയത്തിന്റെ വാതിലിലൂടെ രൂപതാംഗങ്ങൾ ഒരുമിച്ച് ജൂബിലി കുരിശ് വഹിച്ച് പ്രദക്ഷിണമായി അകത്ത് പ്രവേശിച്ച ശേഷമാകും ദിവ്യബലി. ഈ ദിവ്യബലിയിൽ ആശീർവദിക്കുന്ന ജൂബിലി കുരിശ് എല്ലാ ഇടവകയിലേക്കും കൊണ്ടുവരുന്നതായിരിക്കുമെന്നും ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ അറിയിച്ചു. പ്രത്യാശയുടെ നവസന്ദേശം പേറി സിനഡാത്മക സഭയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് രൂപതയിലെ എല്ലാവരും ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്നും അഭിവന്ദ്യ പിതാവ് ആഹ്വാനം ചെയ്തു. ഈ ജൂബിലി ആഘോഷം രൂപതയിലും ഇടവകകളിലും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കട്ടെയെന്ന് ബിഷപ്പ് ആശംസിച്ചു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 25 വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന വിശുദ്ധ വാതിൽ ഫ്രാൻസിസ് പാപ്പ ഡിസംബർ 24-ന് തുറന്നതോടെയാണ് ലോകമെങ്ങും ജൂബിലി വർഷത്തിന് തുടക്കമായത്. ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ രൂപതകളും പ്രത്യേകമായി ആഘോഷം സംഘടിപ്പിക്കുന്നത്. രൂപതയിലെ എല്ലാ ഇടവകളിൽ നിന്നും വികാരിയുടെ നേതൃത്വത്തിൽ സാധിക്കുന്ന എല്ലാവരും ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്നും ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ നിർദ്ദേശിച്ചു.